ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബ്രെഡും പഴവും വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് ഞാൻ 5 ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എഗ്ഗാണ്. അപ്പോൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കോഴിമുട്ട ആണെങ്കിൽ 1 എടുത്താൽ മതി. അപ്പോൾ ചെറിയത് ആയത് കാരണമാണ് 2 എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 സ്പൂണാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസിന് പകരം ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരുപാട് ലൂസായി പോവരുത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ആണ്. അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നാളികേരം ചിരകിയതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ 2 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ പഞ്ചസാരക്ക് കാരമൽ ചെയ്ത് വരും. അപ്പോൾ ഈ പഴത്തിന് നല്ലൊരു കളറ് കിട്ടും. അതിനുശേഷം നമ്മൾ ബ്രെഡിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പഴയ ഒരു തവ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ പാൻ വെച്ച് കൊടുക്കാം. നേരിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ അത് ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഫോക്ക് ഉപയോഗിച്ചൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് ആ സൈഡും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.